ഹായ് ഓൾ, വെൽക്കം ടു KS ഓൺ. ഞാൻ ഇന്ന് മാത്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ സെക്കൻഡ് പാർട്ടോടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് കണ്ടില്ലെങ്കിൽ നിങ്ങളത് കണ്ടതിന് ശേഷം ഈ പാർട്ട് കാണുക. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ബേസിക് കാര്യങ്ങളും എല്ലാം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തു. ഇനി അടുത്ത വേറെ ടൈപ്പ് മോഡൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ ഫ്രൂട്ട് സെല്ലർ ബൈസ് lemon at 2 for a rupee and sell them at 5 for 3 rupees. What is his gain percentage? ഒരു ഫ്രൂട്ട് സെല്ലർ രണ്ടെണ്ണം 1 രൂപയ്ക്ക് മേടിച്ചു. ലെമൺ രണ്ടെണ്ണം 1 രൂപയ്ക്ക് മേടിച്ചു. അത് മേടിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി വിറ്റ എങ്ങനെയാണ്? 5 എണ്ണം 3 രൂപയ്ക്ക് വിറ്റു. എങ്കിലാണ് ഗെയിൻ പെർസെൻറ്റേജ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗെയിൻ പെർസെൻറ്റേജ് കാണാൻ അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കാണുമ്പം എണ്ണം ഈക്വൽ ആക്കണം. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നമുക്ക് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും വേണം. അപ്പം എണ്ണം, അതായത് നമ്മളിപ്പോൾ ഒരു സാധനത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു സാധനത്തിൻ്റെ തന്നെ സെല്ലിംഗ് പ്രൈസ് വെച്ചിട്ടായിരിക്കണം നമ്മൾ ഗെയിൻ പെർസെൻറ്റേജ് കാണാൻ, അല്ലേ? അല്ലെങ്കിൽ 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം, എത്ര എന്ന് വെച്ചാൽ നമ്മൾ കോസ്റ്റ് പ്രൈസ് കാണുന്ന എത്ര എണ്ണത്തിൻ്റെ ആണോ അത്രയും എണ്ണത്തിൻ്റെ തന്നെ സെല്ലിംഗ് പ്രൈസും കണ്ടുപിടിച്ചിട്ട് വേണം ഗെയിൻ പെർസെൻറ്റേജ് കാണാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞു നോക്കി, ഇവിടെ നമ്പർ പ്രൈസ് അല്ലേ, ബൈ മേടിക്കുന്നത് എങ്ങനെയാണ് പറയുന്നത്? 2 എണ്ണം 1 രൂപയ്ക്ക് അല്ലേ. ഇനി വിൽക്കുന്ന എങ്ങനെയാണ് പറയുന്നത്? 5 എണ്ണം 3 രൂപയ്ക്ക് അല്ലേ. അപ്പം നമുക്ക് ഓരോന്ന് വെച്ച് വില എടുക്കാം. 2 എണ്ണത്തിന് 1 രൂപയാണെങ്കിൽ ഒരെണ്ണത്തിന് ഹാഫ് അല്ലേ. അപ്പോൾ അവിടെ ഫ്രാക്ഷൻ ആക്കാതെ നല്ല വാല്യൂ കിട്ടുന്ന രീതിയിൽ ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 2 ഇത് 5 അല്ലേ, അതിനെ തമ്മിൽ ഈ സെയിം ആക്കാന്ന് പറഞ്ഞാൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ LCM എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയാം. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ 2ഉം 5ഉം ആണ് അല്ലേ. 2, 5 ഈ എണ്ണത്തിന് ഈക്വൽ ആക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആണോ? ഇനി ഇപ്പോൾ 2 14 എന്നായിരുന്നെങ്കിൽ ഒന്ന് വിചാരിച്ച് നോക്കിയേ. അപ്പോൾ എന്താ, ഇവിടെ 14 കൊണ്ട് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ എന്തും നല്ലത് ഇതിനെ മാത്രം 7 കൊണ്ട് ഇതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അല്ലേ. അങ്ങനെ ചെയ്താൽ മതി. ക്ലിയർ ആണോ? അതാ ഞാൻ പറഞ്ഞ LCM എടുത്ത് ചെയ്യുക. ഇപ്പോൾ 2, 4 അങ്ങനെയാണെങ്കിൽ ഇവിടെ മാത്രം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി? 5 × 2 10 എണ്ണം 5 × 5 അല്ലേ, 5 റുപ്പീസിന് എന്താ മേടിക്കുന്നത്? 10 എണ്ണം 5 റുപ്പീസിന് മേടിക്കുന്നു. ഇനി വിൽക്കുന്നത് എങ്ങനെ? 2 × 5 10 തന്നെ, ദറ്റ് ഈസ് 2 × 3 6 അല്ലേ. 10 എണ്ണം 6 റുപ്പീസിന് വിൽക്കുന്നു. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് മേടിക്കുന്നു, ഇതാണ് കോസ്റ്റ് പ്രൈസ്, ഇതാണ് സെല്ലിംഗ് പ്രൈസ്. അതായത് 5 രൂപയ്ക്ക് മേടിച്ചു, 6 രൂപയ്ക്ക് വിറ്റു അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? പ്രോഫിറ്റ് ആണ് അല്ലേ, ഗെയിൻ ആണ് അല്ലേ. ഇപ്പോൾ ഗെയിൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ എത്ര വരുന്നത്? 6 - 5 / 5 ഇൻറ്റു 100. ഓക്കെ അല്ലേ, ദറ്റ് ഈസ് 20% ഗെയിൻ എന്ന് വരും. ക്ലിയർ ആണോ? അപ്പോൾ എണ്ണം ഈക്വൽ ആക്കിയിട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേ മോഡലിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്തേ, എന്നിട്ട് നോക്കുക. എ മാൻ ബോട്ട് 10 oranges for ₹12 and sold 8 oranges for the same price. ഓക്കെ, നമ്പർ, പ്രൈസ്, ബൈ, സെൽ അല്ലെ. എത്ര? 10 ഓറഞ്ചസ് 12 റുപ്പീസിന് മേടിച്ചു. and sold 8 oranges for the same price. 8 oranges അതേ പ്രൈസിന്, അതായത് 12 റുപ്പീസിന് തന്നെ അല്ലേ, നേരത്തെ മേടിച്ച അതേ പ്രൈസിന് തന്നെ വിറ്റു. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, ഇവിടെ നമുക്ക് 8 കൊണ്ടും ഇവിടെ നമുക്ക് 10 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 8 എണ്ണം 8 × 12 60 96 റുപ്പീസിന് വിൽക്കുന്നു, മേടിക്കുന്നു. അതേപോലെ സെൽ എന്താണ്? 80 എണ്ണം 120 റുപ്പീസിന് വിൽക്കുന്നു അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ കോസ്റ്റ് പ്രൈസ്, ഇത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ പ്രോഫിറ്റ് ആണല്ലോ. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ഇറ്റ്സ് പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് അങ്ങനെ ചോദിക്കാം. ക്ലിയർ ആണോ? എന്നിട്ട് ഓപ്ഷനിൽ എന്താണ് പെർസെൻറ്റേജ്, ലോസ്, അതേപോലെ ഒരു പ്രോഫിറ്റ്, ലോസ്, പ്രോഫിറ്റ് എന്നുള്ള ഓപ്ഷൻ തരും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയണം, ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് തന്നെയാണ്, അതുകൊണ്ട് ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ നോക്കണം, അപ്പോൾ 96 റുപ്പീസിന് മേടിക്കുന്നു, 120 റുപ്പീസിന് വിൽക്കുന്നു, അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് നമുക്കറിയാം അല്ലേ. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് വിൽ ബി ഈക്വൽ ടു 120 - 96 ബൈ എത്രയാണ് കോസ്റ്റ് പ്രൈസ്? 96 × 100. സോൾവ് ചെയ്തേ, എന്തുവരും?
24/96 into 100. Okay, 24 into 4 ആണ് അല്ലേ. That is 100/4. 25% ആണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് വരുന്നത്. ക്ലിയർ ആണല്ലോ. Next question. A man bought some oranges at rupees 10 per dozen. Dozen എന്ന് പറഞ്ഞാൽ 12 എണ്ണം അല്ലേ. And bought same number of oranges at rupees 8 per dozen. He sold these oranges at rupees 11 per dozen and gained rupees 120. Find the total number of oranges bought by him. ഒരാള് ഒരു ഡസൻ ഓറഞ്ചസ് 10 റുപ്പീസിന് മേടിച്ചു. അതേപോലെ തന്നെ അത്രയും തന്നെ ഓറഞ്ചസ് 8 പെർ ഡസൻ 12 എണ്ണം 8 രൂപയ്ക്ക് വേറൊരു കടയിൽ നിന്ന് മേടിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഓറഞ്ചസ് എല്ലാം കൂടെ അയാൾ വിൽക്കുന്നത് എങ്ങനെയാണ്? ഒരു ഡസന് 11 റുപ്പീസ് എന്നുള്ള രീതിയിൽ അയാൾ വിൽക്കുന്നു. ആൻഡ് ഗെയിൻഡ്, അങ്ങനെ ഇതെല്ലാം മേടിച്ച് വിറ്റപ്പം അയാൾക്ക് 120 റുപ്പീസ് ഗെയിൻ വന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ഓറഞ്ചസ് ആണ് അയാൾ മേടിച്ചതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേ, നമ്പർ, പ്രൈസ്, ബൈ. മേടിച്ച എത്ര എണ്ണമായിരുന്നു? 12 എണ്ണം 10 റുപ്പീസ് അല്ലേ. ഡസൻ, ഒരു ഡസന് 10 റുപ്പീസ്. അങ്ങനെ ഒരു കടയിൽ നിന്ന് മേടിച്ചു അല്ലേ. അടുത്ത കടയിൽ നിന്ന് സെയിം നമ്പർ, അതായത് ഇവിടെ എത്ര എണ്ണം മേടിച്ചോ അത്രയും നമ്പർ തന്നെ അയാൾ മേടിക്കുന്നുണ്ട് അല്ലേ. അതായത് മേടിക്കുന്ന വില എങ്ങനെയാണെന്ന് വെച്ചാൽ 12 എണ്ണം 8 രൂപയ്ക്ക് മേടിച്ചു. ക്ലിയർ അല്ലേ? സെയിം ആയതുകൊണ്ട് നമുക്ക് പറയാം 24 എണ്ണം 18 റുപ്പീസിന് മേടിച്ചു എന്ന് പറഞ്ഞുകൂടായോ മൊത്തത്തിൽ അല്ലേ. ഒരേ എണ്ണമാണ് മേടിക്കുന്നത്. അതായത് ആദ്യത്തെ കടയിൽ നിന്ന് എത്ര എണ്ണം മേടിച്ചോ അത്രേ എണ്ണം തന്നെ അടുത്ത കടയിൽ നിന്ന് മേടിച്ചു. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് പറയാം 24 എണ്ണം അയാൾ 18 റുപ്പീസിന് മേടിച്ചു എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്പർ, പ്രൈസ്, ബൈ. ബൈയുടെ സ്ഥാനത്ത് നമുക്ക് പറയാം 24 എണ്ണം 18 റുപ്പീസ്. ഇനി ഇയാൾ വിൽക്കുന്നത് എങ്ങനെയാ? 11 പെർ ഡസൻ, അതായത് 12 എണ്ണം 11 റുപ്പീസിന് വിൽക്കുന്നു. ക്ലിയർ ആണോ? വിൽക്കുന്നത്. ഓക്കെ, അപ്പൊ മേടിക്കുന്നതും വിൽക്കുന്നതും എണ്ണം നമുക്ക് തുല്യമാക്കണ്ടായോ? അപ്പൊ ഇത് ഇവിടെ 24 എണ്ണത്തിന്റെ ഉണ്ട്, ഇവിടെ 12 എണ്ണത്തിന്റെ ഉള്ളു അല്ലെ. അപ്പൊ അതിന് ഇവിടെ മാത്രം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരായോ? അതായത് ഇവിടെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യം. അപ്പൊ 24 എണ്ണം 18 രൂപയ്ക്ക് മേടിക്കുന്നു. 24 എണ്ണം എത്ര? 2 into 11, 22 റുപ്പീസിന് വിൽക്കുന്നു അല്ലെ. അപ്പൊ ഇത് കോസ്റ്റ് പ്രൈസ്, ഇത് സെല്ലിംഗ് പ്രൈസ്. എത്ര? 24 ഓറഞ്ചസ് മേടിച്ച് വിറ്റപ്പം എത്ര രൂപയാ ഗെയിൻ കിട്ടിയെന്ന് നോക്കിയേ. 24 ഓറഞ്ചസിന് 18 റുപ്പീസ് കോസ്റ്റ് പ്രൈസ്, 24 ഓറഞ്ചസിന്റെ സെല്ലിംഗ് പ്രൈസ് 22. ദാറ്റ് മീൻസ് 4 റുപ്പീസ് ആണ് ഗെയിൻ വരുന്നത് അല്ലെ. 24 ഓറഞ്ചസ് മേടിച്ച് വിൽക്കുമ്പം 4 റുപ്പീസ് ആണ് ഗെയിൻ വരുന്നത്. ക്ലിയർ ആണോ? ഇനി ക്വസ്റ്റിനെ നോക്കിയേ, എത്ര രൂപയാ ഗെയിൻ വന്നേക്കുന്നത്? 120. അതായത് യഥാർത്ഥത്തിൽ അയാളൊരു എണ്ണം മേടിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ആ മേടിച്ചിട്ട് വിൽക്കുമ്പോൾ അയാൾക്ക് 120 റുപ്പീസ് ആണ് ഗെയിൻ കിട്ടുന്നത്. അപ്പൊ ഈ 4ന്റെ സ്ഥാനത്ത് 120 ആയാൽ, അല്ലെങ്കിൽ 24 എണ്ണം മേടിക്കുമ്പോൾ 4 രൂപ ഗെയിൻ കിട്ടി. ഒരു 24 കൂടെ മേടിക്കുമ്പോൾ എത്ര? 8 എണ്ണം അല്ലെ. ഒരു 24 കൂടെ മേടിക്കുമ്പോൾ വീണ്ടും ഒരു 4 കൂടെ കൂടി അല്ലെ. അങ്ങനെ അങ്ങനെ കൂടി 120 ആയി. മനസ്സിലായോ? അപ്പൊ 4ന്റെ സ്ഥാനത്ത് 120 ആയാൽ ഈ 24ന്റെ സ്ഥാനത്ത് എത്ര ആവുമെന്ന് കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ? ഇനി 4 120 ആവാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 30 ചെയ്താൽ മതി അല്ലെ. അപ്പോൾ ഇവിടെയും ഇൻറ്റു 24 into 30. ക്ലിയർ ആണോ? 720 ഓറഞ്ചസ്. മനസ്സിലായി? നമ്മൾ നേരത്തെ ചെയ്തതുപോലെയാണ് ഇവിടെ എണ്ണമാണ് ചോദിക്കുന്നത്, പെർസെൻറ്റേജ് അല്ല ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ഒന്നുകൂടെ നോക്കിക്കോ. നമ്മളിവിടെ 12 എണ്ണം 10 രൂപയ്ക്ക് മേടിച്ചു, 12 എണ്ണം 8 രൂപയ്ക്ക് വിറ്റു അല്ല, സോറി, 12 എണ്ണം 8 രൂപയ്ക്ക് അടുത്ത കടയിൽ നിന്ന് മേടിച്ചു. അപ്പോൾ രണ്ടും മേടിക്കുന്നത് ഒരേ എണ്ണത്തിനാണ് അല്ലെ. ഒരേ ഈക്വൽ സെയിം നമ്പർ ഓഫ് ഓറഞ്ചസ് ആണ് രണ്ട് കടയിൽ നിന്ന് മേടിക്കുന്നത്. സോ നമുക്ക് പറയാം 24 എണ്ണം 18 റുപ്പീസിന് മേടിച്ചു എന്നുള്ള രീതിയിൽ പറയാം അല്ലെ. ഇനി വിൽക്കുന്നത് 12 എണ്ണം 11 രൂപയ്ക്ക് വിറ്റു അല്ലെ. ഇനി നമുക്ക് എണ്ണം തുല്യമാക്കാൻ നമ്മൾ എന്ത് ചെയ്തു? താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ 24 എണ്ണം 18 റുപ്പീസിന് മേടിക്കുന്നു, 24 എണ്ണം 22 റുപ്പീസിന് വിൽക്കുന്നു. അതായത് 24 ഓറഞ്ചസ് മേടിച്ച് വിൽക്കുമ്പം 4 റുപ്പീസ് ഗെയിൻ കിട്ടി അല്ലെ. ആ ഗെയിനിന്റെ സ്ഥാനത്ത്, ആ 4ന്റെ സ്ഥാനത്ത് 120 ആയാൽ നമ്മുടെ 24ന്റെ സ്ഥാനത്ത് എത്ര ആവുമെന്ന് കണ്ടുപിടിക്കാം. ക്ലിയർ ആണോ? അപ്പൊ 720 ഓറഞ്ചസ് എന്ന് കിട്ടും. Next question. A man sold a book at a profit of 12%. Had he sold it for rupees 18 more, 18% would have been gained. Find the cost price of the book.
ഒരാള് ഒരു ബുക്ക് വിറ്റപ്പം 12% പ്രോഫിറ്റ് കിട്ടി. ഇനി അയാള് 18 രൂപ കൂടുതൽ കൂട്ടി വിറ്റിരുന്നെങ്കിൽ 18% ഗെയിൻ കിട്ടിയേനെ എങ്കിൽ ബുക്കിന്റെ കോസ്റ്റ് പ്രൈസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ഒരാള് ഒരു ബുക്ക് വിറ്റപ്പം 12% പ്രോഫിറ്റ് കിട്ടി, അയാൾ 18 റുപ്പീസ് മോർ റുപ്പീസിന് വിറ്റിരുന്നെങ്കിൽ 18% ഗെയിൻ കിട്ടിയേനെ എങ്കിൽ ആ ബുക്കിന്റെ കോസ്റ്റ് പ്രൈസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് അസ്യൂം ചെയ്ത് പോകാം. അതായത് നമുക്ക് പറയാം കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ബുക്ക് 100 ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിലൊക്കെ അസ്യൂം ചെയ്യാൻ നിങ്ങൾക്ക് എക്സ് വെച്ചും ചെയ്യാം. അതിൽ നല്ലത് 100 എടുക്കുന്നതായിരിക്കും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. 100 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ 12% പ്രോഫിറ്റിലല്ലേ അയാൾ വിൽക്കുന്നെന്ന് പറഞ്ഞത്. ആ 12% പ്രോഫിറ്റ് വിറ്റാലുള്ള സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? 100 റുപ്പീസിന് 12% പ്രോഫിറ്റ് വിറ്റാൽ 112 അല്ലെ? 100ന് 12% ഇൻക്രീസ് ചെയ്താൽ എത്രയായി? 112. ക്ലിയർ അല്ലേ? അപ്പൊ 100 ആണ് 12% പ്രോഫിറ്റ്. അതുകൂടെ കൂട്ടി എത്ര രൂപയ്ക്ക് വിറ്റു? 112 റുപ്പീസിനാണ് വിൽക്കുന്നത്. ഇനിയും പറയുന്നത് എന്താ? ഹാഡ് ഹി സോൾഡ് ഇറ്റ് ഫോർ റുപ്പീസ് 18 മോർ, 18 റുപ്പീസ് മോർ കൊടുത്ത് വിറ്റിരുന്നെങ്കിൽ എന്താ? 18% ഗെയിൻ കിട്ടിയേനെ. 100 റുപ്പീസ് വിലയുള്ള ബുക്കിന് 18% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്കായിരിക്കും വിറ്റിരുന്നത്? 118. ക്ലിയർ അല്ലേ? 100 റുപ്പീസ് വിലയുള്ള ബുക്ക് 18% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിറ്റു? 118 ആണ്. ഇവിടെ നോക്കിയേ, ഇവിടെ ഈ പറയുന്ന 18 മോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ കേസിലെ സെല്ലിംഗ് പ്രൈസും രണ്ടാമത്തെ കേസിലെ സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആ 18 എന്ന് പറഞ്ഞത് അല്ലെ? ആദ്യം 12% പ്രോഫിറ്റ് ഇടുന്ന ഒരു സെല്ലിംഗ് പ്രൈസ് ഉണ്ട്, ഇനി 18% ഗെയിൻ കിട്ടുന്ന ഒരു സെല്ലിംഗ് പ്രൈസ് ഉണ്ട് അല്ലെ? അവർ തമ്മിലുള്ള വ്യത്യാസമല്ലേ 18 എന്ന് പറഞ്ഞത്. 18 മോർ കിട്ടുമെന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നോക്കി, 100 റുപ്പീസ് കോസ്റ്റ് പ്രൈസ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്താൽ ആ ബുക്കിന് 100 രൂപയാണ് വിലയെങ്കിൽ ഈ രണ്ട് സെല്ലിംഗ് പ്രൈസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്ര കിട്ടും? നോക്കിയേ, 118 മൈനസ് 112 അല്ലെ? 6 റുപ്പീസ് ആയിരിക്കും ഗെയിൻ കിട്ടുക. ആണോ? ഇനി ഈ 6ന്റെ അതിന്റെ സ്ഥാനത്ത് യഥാർത്ഥ വാല്യൂ എത്രയാണ്? 18 റുപ്പീസ് ആണ്. അപ്പൊ 100 റുപ്പീസിന് നമുക്ക് 6 റുപ്പീസ് ഗെയിൻ കിട്ടും. അപ്പൊ 6ന്റെ സ്ഥാനത്ത് 18 ആണെങ്കിൽ ഈ 100ന്റെ സ്ഥാനത്ത് എങ്ങനെ മാറും? നമ്മൾ നേരത്തെ ഓറഞ്ചസിന്റെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതേപോലെ 100 എന്ന് അസ്യൂം ചെയ്യുമ്പം ഈ രണ്ട് സെല്ലിംഗ് പ്രൈസുകൾ തമ്മിലുള്ള ഡിഫറൻസ് 6 എന്ന് കിട്ടും. ആക്ച്വലി ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 18 ആണ്. ഈ 6 എങ്ങനെ 18 ആവുന്നു അതേപോലെ 100 മാറും. 6 എങ്ങനെ 18 ആവുന്നത്? ഇൻറ്റു 3. അപ്പൊ ഇവിടെയും ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 300 റുപ്പീസ് എന്ന് കിട്ടും. ക്ലിയർ ആണോ? സോ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ബുക്ക് എന്താണ്? 300 റുപ്പീസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A chair was sold at a loss of 10%. If it was sold for rupees 84 more, there would have been a gain of 4%. For how much was the chair sold? നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തൊന്ന് ചെയ്ത് നോക്കി. ക്വസ്റ്റ്യൻ, ഒരു ചെയർ 10% ലോസിന് വിറ്റു. ഇനി 84 റുപ്പീസ് കൂടുതൽ കൂട്ടി നമ്മൾ വിറ്റിരുന്നെങ്കിൽ 4% ഗെയിൻ കിട്ടിയേനെ എങ്കിൽ എത്ര രൂപയ്ക്കാണ് ചെയർ വിറ്റത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, കോസ്റ്റ് പ്രൈസ് 100 എന്ന് അസ്യൂം ചെയ്യുക. 10% ലോസിനാണ് വിറ്റതെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 90 റുപ്പീസ്. ഇനി 84 റുപ്പീസ് മോർ വിറ്റിരുന്നെങ്കിൽ എത്ര ഗെയിൻ കിട്ടിയേനെ? 4% ഗെയിൻ കിട്ടിയേനെ. അപ്പൊ 100 റുപ്പീസ് ഉള്ള സാധനം 4% ഗെയിൻ കിട്ടുമെങ്കിൽ അത് എത്ര രൂപയ്ക്കായിരിക്കും വിറ്റിരുന്നത്? 104 റുപ്പീസിനായിരിക്കും വിറ്റിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇവരുടെ ഡിഫറൻസ് എത്ര? 14 റുപ്പീസ് ആണ് ഡിഫറൻസ്. അതായത് 100 റുപ്പീസിന് 14 റുപ്പീസ് ആയിരിക്കും സെല്ലിംഗ് പ്രൈസ്. അതായത് 100 റുപ്പീസ് ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ സെല്ലിംഗ് പ്രൈസുകൾ തമ്മിലുള്ള ഡിഫറൻസ് 14 ആയിരിക്കും. എങ്കിൽ ശരിക്കും എത്ര ഡിഫറൻസ്? 84. അപ്പൊ 14ന്റെ സ്ഥാനത്ത് 84 ആയാൽ ഈ 100ന്റെ സ്ഥാനത്ത് എങ്ങനെ മാറും നോക്കിയാൽ പോരായോ? 14 ഇൻറ്റു എന്താണ്? 14 ഇൻറ്റു 6 അല്ലേ 84. സോ ഇവിടെ ഇൻറ്റു 6 600. ഇത് ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ ഈ ആൻസർ മാർക്ക് ചെയ്താൽ നമ്മുടെ ആൻസർ തെറ്റായിരിക്കും. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ആലോചിച്ച് നോക്കിയേ. നമ്മളോട് ചോദിച്ചത് കോസ്റ്റ് പ്രൈസ് ആണോ? നേരത്തെ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് പ്രൈസ് ആയിരുന്നു ചോദിച്ചത്, അതുകൊണ്ട് നമ്മൾ ഇത്രേ ചെയ്തുള്ളൂ. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചേ. ഫോർ ഹൗ മച്ച് വാസ് ദ ചെയർ സോൾഡ്? ആ കസേര എത്ര രൂപയ്ക്കാണ് വിറ്റത് അല്ലെ? സെല്ലിംഗ് പ്രൈസ് ആണ് ചോദിക്കുന്നത്.
നമുക്ക് കിട്ടിയേക്കുന്ന കോസ്റ്റ് പ്രൈസ് 600. സെല്ലിംഗ് പ്രൈസ് ആണ് എന്ത് ചെയ്യുന്നത്? ആക്ച്വലി ഇത് എങ്ങനെയാണ് വിൽക്കുന്നത്? 10% ലോസിനാണ് വിൽക്കുന്നത്. മറ്റേത് നമ്മളൊരു ജസ്റ്റ് ഒരു ഇമാജിനേഷൻ പോലെ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. 84 റുപ്പീസ് കൂട്ടി വിറ്റിരുന്നെങ്കിൽ 4% ഗെയിൻ കിട്ടിയേനെ എന്ന് അല്ലെ. ശരിക്കും ഈ ഒരു ഷെയർ വിൽക്കുന്നത് 10% ലോസിനാണ്. അപ്പൊ നമുക്ക് വില കണ്ടുപിടിച്ചുകൂടായോ? ലോസ് എന്ന് പറയുന്നത് 10% എങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുക അല്ലെ. 100% എന്ന് പറയുന്നത് 600 ആണ്. 10% ലോസ് എന്ന് പറയുമ്പം സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 90% അല്ലെ. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇൻറ്റു 6. സോ ഇവിടെയും ഇൻറ്റു 6 540 റുപ്പീസ്. ക്ലിയർ ആണോ? സോ സെല്ലിംഗ് പ്രൈസ് വന്നിട്ട് എന്ത് വരും? 540 റുപ്പീസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കാം. നേരത്തെ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് പ്രൈസ് ആണ് ചോദിച്ചത്. സോ നമ്മൾ അവിടെ വരെ കണ്ടുപിടിച്ചു. ഇവിടെ എന്താ ചോദിക്കുന്നത്? എത്ര രൂപയ്ക്കാണ് വിറ്റത് എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A trader marks his good at 40% above the cost price and allows a discount of 25%. What is his gain percentage? നമ്മുടെ ഡിസ്കൗണ്ട് വരുന്ന കൺസെപ്റ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിസ്കൗണ്ട് നോക്കിയേ, ഒരു കടക്കാരൻ 100 റുപ്പീസ് വിലയുള്ള ഒരു പേന എന്ത് ചെയ്യും? വില കൂട്ടിയിടും. 110 റുപ്പീസ് ആയിട്ട്, അതായത് 10 റുപ്പീസ് കൂട്ടി അയാൾ 110 റുപ്പീസ് എന്ന് പറഞ്ഞിടും അല്ലെ. അപ്പൊ ആ പ്രൈസിന് നമുക്ക് എന്താ പറയാം? ഇത് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയും. മാർക്ക്ഡ് പ്രൈസ് അല്ലെങ്കിൽ ലിസ്റ്റ് പ്രൈസ് എന്ന് പറയും. ക്ലിയർ ആണോ? നമ്മൾ കോസ്റ്റ് പ്രൈസിനെ വില കൂട്ടിയിടുന്നതാണ് മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ 110 റുപ്പീസ് ഉള്ള സാധനത്തിന് അയാൾ 5 റുപ്പീസ് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് വിൽക്കും അല്ലെ. അതായത് 105 റുപ്പീസിന് വിൽക്കുന്നു. ദാറ്റ് ഈസ് ഇത് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ മാർക്ക്ഡ് പ്രൈസ് പറയുമ്പോൾ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പറയുമ്പോൾ ഏതൊക്കെ പ്രൈസുകളാണ് പറയുന്നത്? മാർക്ക്ഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ആണ്. എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഈക്വൽ ടു എന്ത് വരും? ഏതാ വലുത്? മാർക്ക് പ്രൈസ് അല്ലേ വലുത്. സോ മാർക്ക് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡിസ്കൗണ്ട് പെർസെന്റേജോ? മാർക്ക് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. താഴെ വരുന്ന എന്താണ്? മാർക്ക് പ്രൈസ്. ഓർത്തിരിക്കുക, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ കുറവെന്നല്ലേ. അതായത് ഡിക്രീസ്, പെർസെന്റേജ് ഡിക്രീസ് എന്ന് ചോദിച്ചാൽ ഏതാ നമ്മൾ താഴെ എഴുതുന്നത്? വലിയ നമ്പർ എഴുതുന്നത് അല്ലെ. അതായത് മാർക്ക് പ്രൈസും സെല്ലിംഗ് പ്രൈസിൽ ഏതാ വലുത്? മാർക്ക് പ്രൈസ് ഇൻറ്റു 100. ക്ലിയർ ആണോ? അപ്പൊ മറക്കരുത്, ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഏതൊക്കെ പ്രൈസുകളാണ് വരുന്നത്? മാർക്ക് പ്രൈസും സെല്ലിംഗ് പ്രൈസും. നമ്മൾ ഗെയിനോ ലോസോ പറയുന്ന കേസിൽ ഏത് രണ്ട് പ്രൈസാണ് പറയുന്നത്? കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്. ഇതായിരിക്കും ഗെയിൻ അല്ലെങ്കിൽ ലോസ് പറയുമ്പോൾ വരുന്നത്. ക്ലിയർ ആണോ? അപ്പം നോക്കിയേ, ഇവിടെ ഇപ്പൊ ഗെയിൻ എത്ര? 100 റുപ്പീസ്. അപ്പൊ ഗെയിൻ പറയുമ്പോൾ നമ്മൾ ഏത് പ്രൈസേ നോക്കാവുള്ളൂ? കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും. നോക്കിയേ, 100 റുപ്പീസിന്റെ സാധനം എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 105 റുപ്പീസിന് അല്ലെ. അപ്പൊ എത്ര ഗെയിന്? 5% ഗെയിൻ. ക്ലിയർ ആണോ? അപ്പൊ ഗെയിൻ ചോദിച്ചാൽ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നോക്കുക. ഡിസ്കൗണ്ട് ചോദിച്ചാൽ മാർക്ക് പ്രൈസും സെല്ലിംഗ് പ്രൈസും നോക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഡിസ്കൗണ്ടിന്റെ ഇക്വേഷനും ഡിസ്കൗണ്ട് പെർസെന്റേജ് ഇക്വേഷനും നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A trader marks his good at 40% above the cost price and allows a discount of 25%. What is his gain percentage? ഒരു ട്രേഡർ ഒരു ഗുഡ് അതിന്റെ കോസ്റ്റ് പ്രൈസിനെക്കാട്ടിലും 40% കൂട്ടിയിട്ടു. നമുക്ക് നോക്കാം, 100 ആണ് കോസ്റ്റ് പ്രൈസ് എന്ന് വിചാരിക്കാം. എങ്കിൽ 40% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈസ് എന്തായി? 140 അല്ലെ. അപ്പൊ 140 ആണ് മാർക്ക് പ്രൈസ്. ആൻഡ് അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 25%. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിന് 25% ഡിസ്കൗണ്ട് കൊടുത്തു അല്ലെ. ഈ വിലക്ക് 25% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ എത്ര? 75% ഓഫ് 140 അല്ലെ. 25% കുറച്ചു. 140 ആയിരുന്നു നമ്മുടെ വാല്യൂ, അതിന് 25% കൊടുത്തെങ്കിൽ ഒന്നേ നിങ്ങൾ ഇങ്ങനെ 140 മൈനസ് 25% ഓഫ് 140 അല്ലെ. നമ്മൾ പെർസെന്റേജിൽ പറഞ്ഞില്ലായിരുന്നോ എക്സ് എന്നൊരു വാല്യൂ 25% ഡിക്രീസ് ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? 75% ഓഫ് എക്സ് എന്ന് എഴുതും. അതേപോലെ 75% ഓഫ് 140 അല്ലെ. സോൾവ് ചെയ്തേ. 25 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 3, ഇവിടെ 4, 4 ഇവിടെ കട്ട് ചെയ്താൽ 3, 35. 35 into 3 15, 105 അല്ലെ. 105 അതാണ് എന്ത്? സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ക്ലിയർ ആണോ?
അപ്പോൾ 100 റുപ്പീസ് കോസ്റ്റ് പ്രൈസ് ഉള്ള സാധനം എത്ര രൂപയ്ക്കാണ് വിറ്റത്? 105 റുപ്പീസിനാണ് വിറ്റത്. നമ്മളോട് ചോദിക്കുന്നത് ഗെയിൻ പെർസെൻറ്റേജ് അല്ലേ? അപ്പൊ ഗെയിൻ പെർസെൻറ്റേജ് കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത്? കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും. 100 റുപ്പീസിന്റെ സ്ഥാനം 105 റുപ്പീസിന് വിറ്റെങ്കിൽ എത്ര ആയിരിക്കും ഗെയിന്? 5% ഗെയിൻ. ക്ലിയർ ആണോ? അപ്പൊ ഡിസ്കൗണ്ട് പറയുമ്പോൾ മാർക്ക് പ്രൈസും സെല്ലിംഗ് പ്രൈസും നോക്കുക. ഗെയിനോ ലോസോ ചോദിച്ചാൽ അവിടുന്ന് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നോക്കിയിട്ട് വേണം പറയാൻ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A shopkeeper marks his good 20% above the cost price and allows a discount of 5%. Okay, 100 rupees ആണ് കോസ്റ്റ് പ്രൈസ് എന്ന് വിചാരിക്കാം. 20% അബോവിലായിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ എത്രയായി നമ്മുടെ മാർക്ക് പ്രൈസ്? 120. ഇത് നമ്മുടെ കോസ്റ്റ് പ്രൈസ്, ഇത് നമ്മുടെ മാർക്ക് പ്രൈസ്. പിന്നെ എന്ത് ചെയ്തു? he allows a discount of 5%. 5% ഡിസ്കൗണ്ട് കൊടുത്തു. അതായത് 120 ആയിരുന്നു, 5% ഡിക്രീസ് ചെയ്തു അല്ലെ? 95% ഓഫ് 120. അല്ലെങ്കിൽ ഇതിന്റെ 5% കാണുക, അതിൽ മൈനസ്, എങ്ങനെയാണെങ്കിലും. അതായത് ഓരോ അടുത്ത കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം ആ ഒരു രീതി ചെയ്യുക. ഇപ്പൊ ഇവിടെ 120യുടെ 10% എന്ന് പറഞ്ഞാൽ 12 അല്ലെ? അപ്പൊ അതിന്റെ പകുതിയാണ് 5%, 6 അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് 6 കുറയ്ക്കുക. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. അത് ഓരോ നമ്പേഴ്സിന് ഓരോ രീതിയായിരിക്കും എളുപ്പം. അപ്പൊ അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്തോളുക. ഓക്കെ, അപ്പം അല്ലെങ്കിൽ 95% ഓഫ് 120 കട്ട് ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരും? 140 എന്ന് കിട്ടും സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? 100 ആയിരുന്നു, 20% അബോവ് ഇട്ടപ്പോൾ നമുക്ക് 120 കിട്ടി. ദെൻ അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 5% എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അത് സെല്ലിംഗ് പ്രൈസ് 114 ആയി. ഇനിയും ചോദിക്കുന്നത് എന്താ? ഹിസ് ഗെയിൻ പെർസെൻറ്റേജ്. അപ്പൊ 100 റുപ്പീസ് ഉള്ള സാധനം എത്ര രൂപയ്ക്കാണ് വിറ്റത്? 114 റുപ്പീസിന് വിറ്റു. സോ എത്ര ഗെയിൻ വരുന്നത്? 14% ഗെയിൻ. ക്ലിയർ ആണോ? Next question. A merchant marks his good 40% above the cost price and he allows the customer some discount and still make a profit of 12%. ഒരാള് ഒരു സാധനം 100 റുപ്പീസ് ആണ് കോസ്റ്റ് പ്രൈസ് എന്ന് വിചാരിക്കുക. 40% കോസ്റ്റ് പ്രൈസ് എബവ് ആക്കിയിട്ടു അല്ലെ? അതിന്റെ മാർക്ക് പ്രൈസ് 40% കൂട്ടിയിട്ടു. 40% ഇൻക്രീസ് ചെയ്തു. അപ്പൊ എത്രയായി മാർക്ക് പ്രൈസ്? 140 റുപ്പീസ് ആയി മാർക്ക് പ്രൈസ്. ആൻഡ് ഹി അലൗസ് ദ കസ്റ്റമർ സം ഡിസ്കൗണ്ട്. എന്തോ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, അത് നമുക്ക് അറിയത്തില്ല, പറഞ്ഞിട്ടില്ല. ഡിസ്കൗണ്ട് കൊടുക്കുന്നു. എന്നാലും സ്റ്റിൽ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 12%. അപ്പൊ അങ്ങനെ ഡിസ്കൗണ്ട് കൊടുത്താലും എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്? 12% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ നോക്കി, ഇവിടെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് മാർക്ക് പ്രൈസ് അറിയാം, ഡിസ്കൗണ്ട് പെർസെന്റേജ് കണ്ടുപിടിക്കണം അല്ലെ? സോറി, ഇവിടെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. ഫൈൻഡ് ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ഓക്കെ, അതാ ക്വസ്റ്റ്യൻ. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, അപ്പൊ 100 റുപ്പീസിനുള്ള സാധനം 140 റുപ്പീസിൽ 40% അബോവ് ആയിട്ട് ഇട്ടു. അങ്ങനെ മാർക്ക് പ്രൈസ് 140 ആയി. എന്തോ ഒരു ഡിസ്കൗണ്ട് കൊടുത്ത് വിൽക്കുന്നുണ്ട് അല്ലെ? അങ്ങനെ വിറ്റാലും, അതായത് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് വിറ്റാലും 12% പ്രോഫിറ്റ് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ നോക്കിയേ, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണണമെങ്കിൽ നമുക്ക് മാർക്ക് പ്രൈസും വേണം, സെല്ലിംഗ് പ്രൈസും വേണം. ഓക്കെ, കോസ്റ്റ് പ്രൈസ് കൊണ്ട് പ്രോഫിറ്റ് കൊണ്ട് സെല്ലിംഗ് പ്രൈസ് എഴുതിക്കൂടായോ? 100 റുപ്പീസിന്റെ സാധനം 12% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമുക്കറിയാം 112 അല്ലെ? 112 റുപ്പീസിനായിരിക്കും അത് വിറ്റിരിക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ മാർക്ക് പ്രൈസ് ഉണ്ട്, നമ്മുടെ കയ്യിൽ സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചേ. 140 മൈനസ് 112 ബൈ 140 ഇൻറ്റു 100. ക്ലിയർ അല്ലേ? 140 ബൈ 112 ചെയ്തേ. 8382 അല്ലെ? 28 ബൈ 140 ഇൻറ്റു 100. 0 കട്ട് ചെയ്തു. 14 ഇൻറ്റു 2 അല്ലെ? ദാറ്റ് ഈസ് 20% ആണ് ഡിസ്കൗണ്ട് വരുന്നത്. ക്ലിയർ ആണോ? 20% ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പം ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. എന്താ, നമ്മൾ ഗെയിനോ ലോസോ പറയുന്ന കേസിൽ എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും എടുക്കുക. ഇനി ഡിസ്കൗണ്ട് പറയുന്ന കേസിൽ, അതായത് എന്തൊക്കെയാ ഡിസ്കൗണ്ട് പറയുമ്പോൾ ഏതൊക്കെ പ്രൈസ് എടുക്കണ്ടേ? മാർക്ക്ഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസും. അത് മറന്നു പോവാതിരുന്നാൽ മതി. ക്ലിയർ ആണോ? അപ്പൊ ഡിസ്കൗണ്ടിന്റെ ഇക്വേഷൻ ഒക്കെ ഓർമ്മയുണ്ടല്ലോ, അത് നോട്ട് ചെയ്തെടുക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്തെടുത്തോളുക. മാർക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
അല്ല ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതാ വില കൂടുതൽ, അങ്ങനെ ആലോചിക്കുക. മാർക്ക് പ്രൈസ് ആണ് അല്ലേ, അപ്പൊ മാർക്ക് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്യണം, ബൈ മാർക്ക് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, അപ്പൊ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ചോദിച്ചാൽ മാർക്ക് പ്രൈസും സെല്ലിംഗ് പ്രൈസും എടുക്കുക. അതേപോലെ ഗെയിനോ ലോസോ ചോദിച്ചാൽ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും എടുക്കുക. ക്ലിയർ ആണോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.